എന്ത് വലിയ വീടാ നോക്കണ. ക്രാന്തിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. നിനക്കെന്താ കാര്യം? ഇന്ന് മുതൽ ഇതാണ് ഞങ്ങളുടെ വീട്. നീയോ? നീ എന്താ അവിടെ? ഒബ്സർവ് ചെയ്തോണ്ടിരുന്നതാ. നിന്റെ ഡാഡി നിന്റെ സ്റ്റൈല് മാറ്റിയെടുക്കാൻ പറഞ്ഞു. ഹെയർ ഗ്രൂമിംഗ് ചെയ്ത് ഫേഷ്യൽ ചെയ്യണം, ഡ്രസ്സിംഗ് സ്റ്റൈലേ മാറ്റണം. മോർണിംഗ് ജോഗിംഗ്, സ്ക്വാഷ്, ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് അല്ലേ? ഫിറ്റ്നസോ? എനിക്കെന്തിനാ അത്? കുറച്ച് മുമ്പായിരുന്നെങ്കിൽ അത്യാവശ്യമായിരുന്നു. ഇപ്പൊ ഞാൻ മെലിഞ്ഞെന്ന നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോളൊന്ന് പോ, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ആ അത് കറക്റ്റ്. കാലക്കേടാ മോനെ. എടാ എല്ലാരും വന്നോടാ മോനെ. വന്നിട്ടുണ്ട്. എന്നാ ഇവിടെ അടിച്ച് പൊളിക്കടാ. എന്താടാ അങ്ങോട്ട് നോക്കുന്നത്? ഒന്നുമില്ലണ്ണാ, വരലക്ഷ്മി ചേട്ടത്തി നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. വാലന്റൈൻസ് ഡേ അല്ലേ? അയ്യോ നീ നേരത്തെ പറയണ്ടടാ. വലിയേട്ടത്തിയുടെ അടുത്ത് ഈ കൊച്ചേട്ടത്തിയുടെ കാര്യം പറയണം. എവിടെയാണ് നിന്റെ ബോയ് ഫ്രണ്ട്? വെയിറ്റ് ചെയ്യേ. സ്റ്റൈൽ ഡി, இந்த சூப்பர் ஸ்டைல் டி, இந்த ஸ்டைல் கேட்டம்மா ഇന്ന് നീ ടി. എന്തെങ്കിലും അവൾ എന്റെ അടുത്ത് വരുവാടാ? ഡൗട്ട് വേണ്ട, തീർച്ചയായും പറ്റാം. എന്തുകൊണ്ടാ വരാത്ത സാർ? നിന്നെ കണ്ട ലേഡീസ് ഹാൻഡ് ബാഗ് അടിച്ച് മരുന്നനെ പോലെ ഉണ്ടല്ലോ. വാലന്റൈൻസ് ഡേ ആണെങ്കിൽ ലവർക്ക് കൊടുക്കാൻ വേണ്ടി ചോക്ലേറ്റ് കൊണ്ടുവരണം, ഗിഫ്റ്റ് കൊണ്ടുവരണം, മിനിമം ഇതുപോലെ കളർഫുൾ ഡ്രസ്സെങ്കിലും ഇട്ടുകൊണ്ടുവരണം. കുളിച്ചില്ലെങ്കിലും നനച്ചില്ലെങ്കിലും മീശയില്ലെങ്കിലും കാണാനൊരു മെന ഉണ്ടായിരിക്കണം. 100% ഫ്ലവറിൽ അവര് വീടുവടാ. എടാ പൂവില്ലാത്ത ലവ് ഉണ്ടായിട്ടുണ്ടടാ. ഇങ്ങനെ വടാ വടാ. യുവർ ഫേസ് കട്ട് ഈസ് ലുക്സ് ലൈക്ക് എ ബൂട്ട് കട്ട്. നിറവൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, തലയ്ക്കാത്ത ആള് വേണം. എന്നെ പോലെ ബുദ്ധിജീവികൾ ശ്രമിച്ചാൽ പോലും നടക്കുന്നിടേ ഡ്രോപ്പ് ആയി പോകും. ഹാപ്പി വയലൻസ് ഡേ. വയലൻസോ? ഓ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അറിയില്ലല്ലേ. എന്റെ പ്രണയ ദിനാശംസകൾ. ഓക്കേ, താങ്ക് യു ആൻഡ് സെയിം ടു യു. അതെ, വീട്ടിലേതോ പ്രിയ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ റാംബോ പറഞ്ഞു കോമ്പറ്റീഷനാ. നിനക്ക് കോമ്പറ്റീഷനോ? കുഞ്ഞമ്മയുടെ മോനാ. ആ പൂ എന്റേതാണ്. ദേ നോക്ക് മോനെ, പ്രകൃതി നമ്മൾ എല്ലാവരുടേതുമാണ്. അതിൽ ഈ പൂവ് എന്റേതാണ്, ആ മൊട്ട എന്റേതാണ്, ആ ചെടി എന്റേതാണ്, അതിന്റെ ഇല എന്റേതാണ്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ മോശമാണ്. ഞാനിത് അവിടെ വെച്ചിരുന്ന. എന്നാ അവിടെ ചെന്ന് നോക്ക്. ഇവിടെ എന്തിനാ നിക്കുന്നേ? പൂവിന്റെ പേരുണ്ട്, ഞാൻ എഴുതി വെച്ചാ. വട്ടൻ. ഇതല്ലേ? ഇതപ്പം മുതലൊട്ടി. നിന്നെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഒരു തവണ ഫൈറ്റ്, പിന്നെ ഒരു തവണ ബോംബ്. ടെൻഷനായിട്ട് വയ്യ. ഇനി നീ പേടിക്കണ്ട, ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഉടനെ വന്നു ടെൻഷൻ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. രാവിലെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പൊ നോക്കിയപ്പോ പോവില്ല, അത് കിട്ടിയപ്പോ നീയുമില്ല. ഇതാണ് വരലക്ഷ്മി. ഓ ഹലോ. ഹലോ കാണാവേ. സംഭവം കൈവിട്ട് പോയി. നോക്ക് വരലക്ഷ്മി, ഞാൻ കൊണ്ടുവന്ന പൂ അവൻ നിനക്ക്, നീ കൊണ്ടുവന്ന പൂ അവൻ അവക്ക് കൊടുത്തു. അതിനൊക്കെ മനസ്സിലാക്കേണ്ട എന്താ? നമ്മൾ രണ്ടുപേരും പൂവില്ലാത്തവരായി. അവൻ കൗബോയ് എങ്കിൽ ഞാൻ ലവ് ബോയ് അല്ലേ? I want to see Kerala. I want to go to Cochin, Kovalam, and all the other places. Am I that boring? ഞാൻ ബോർ അടിപ്പിക്കാണ്. അങ്ങനൊന്നുമില്ല. കണ്ടിന്യൂ. നീ ബോറടിക്കുന്നുണ്ടാ? ഈ ഫ്ലവർ എടുത്ത് കൈ വെക്കേ. എന്റെ അമ്മോ, ഈ ശേഷുവിന്റെ മോൾ എന്റെ പ്രേമത്തിന് ഒരു പാരയായി തീരുവോ? ബ്ലൂ ലേബിള്, ബ്ലാക്ക് ലേബിൾ. ഫോറിൻ വേണോ ബോസ്? ഇതും ആഹാ. കഴിക്കടാ, കഴിക്ക് നന്നായിട്ട് കഴിക്ക്. അണ്ണാ തിന്നുക, കുടിക്കുക, കിടക്കുക, പെടുക്കുക, ഇത് തന്നെ പണി. ഐസ്ക്രീം എടുത്തുണ്ടോ? ഞാനോ? ഏയ് എടുത്തോണ്ടിരാ ബോസ്. അണ്ണന് തിന്നാൻ വേണ്ടി ഒന്നും ബാക്കി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചോണ്ടേ ബോസ്. കഴിക്കടാ. ഈ വീക്ക്നെസ്സും സെന്റിമെന്റ്സും ഒന്നും പ്രശ്നമല്ലടാ ഈ PR-ന്. വാ വന്ന് ചത്തു പോകടാ. എന്താണ് ഇത്? ഞാൻ PR ആയിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. PR ആയിട്ടോ? PR ആണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുക. നീ അഭിനയിച്ചോ?